ഇന്ത്യൻ നാവികസേനയുടെ ശക്തിക്ക് കുതിപ്പിന് മറ്റൊരു പ്രോത്സാഹനമായി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്ട് 17A പ്രകാരം നിർമ്മിക്കുന്ന 3 അഡ്വാൻസ്ഡ് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റുകൾ ആദ്യത്തേതായ ഹിമഗിരി എത്തിച്ചു. GRSE നിർമ്മിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് നൽകുന്ന 801ാമത്തെ കപ്പലും 112ാമത്തെ യുദ്ധക്കപ്പലുമാണിത്. ഇന്ത്യൻ നാവികസേനയ്ക്കും പ്രതിരോധ രംഗത്തും കൂടുതൽ കരുത്താർജിക്കുന്നതിന്റെ ഫലങ്ങളായാണ് ഇതിലൂടെ കാണുന്നത്. 149 മീറ്റർ നീളവും 6670 ടൺ ഭാരവുമുള്ള ഈ കപ്പൽ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനമെന്ന നിലയിൽ 65 വർഷത്തെ യാത്രയിൽ GRSE നിർമ്മിച്ച ഏറ്റവും വലുതും സാങ്കേതികമായി നൂതനവുമായ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ്. 21,833 കോടിയിലധികം രൂപയുടെ വമ്പൻ ചെലവാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന്. ഇന്ത്യയിലെ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ഒറിജിനൽ ഉപകരണ നിർമ്മാതാക്കൾ എന്നിവയ്ക്ക് ഇത് ഗണ്യമായി ഗുണം ചെയ്യും. കപ്പൽ പ്രതിരോധത്തിനും കര ആക്രമണത്തിനുമായി ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും വ്യോമ പ്രതിരോധത്തിനായി ബരാക് 8 കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈലുകളും ഹിമഗിരിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഡീസലും ഗ്യാസ് ടർബൈൻ പ്രൊപ്പൽഷനും സംയോജിപ്പിച്ചാണ് ഫ്രിഗേറ്റ് പ്രവർത്തിക്കുന്നത്. ആക്റ്റീവ് ഇലക്ട്രോണിക്കലിൽ സ്കാൻ ചെയ്ത അറ്റേഡാർ, നൂതന പോരാട്ട സംവിധാനങ്ങൾ, വായുവിരുദ്ധ, ഉപരിതല വിരുദ്ധ, അന്തർവാഹിനി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ പൂർണ്ണ സ്പെക്ട്രം യുദ്ധശേഷികൾ എന്നിവ ഈ ഫ്രിഗേറ്റിൽ ഉൾപ്പെടുന്നു. ജീവനക്കാരുടെ സുഖ സൗകര്യങ്ങളിലും പ്രവർത്തന വഴക്കത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ കപ്പൽ 225 പേരെ ഉൾക്കൊള്ളാനും ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്കുള്ള വ്യോമയാന പിന്തുണയും നൽകുന്നു. കൂടാതെ ഇന്ത്യൻ സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ പ്രധാന പ്രതീകമായും നിലകൊള്ളുന്നു. നിലവിൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി 4 ക്ലാസുകളിലായി 15 യുദ്ധക്കപ്പലുകളിൽ GRSE പ്രവർത്തിക്കുന്നു. ഇതിൽ ആൻഡ്രോത്ത് എന്നിവ കടൽ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി ഡെലിവറിക്ക് തയ്യാറെടുക്കുകയാണ്. ശേഷിക്കുന്ന 13 കപ്പലുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. അതേസമയം ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് പരമ്പരയിലെ ആദ്യ കപ്പലായ INS അർനാല 2025 ജൂൺ 18 ഇന്ത്യൻ നാവികസേനയിൽ ഔപചാരികമായി കമ്മീഷൻ ചെയ്തത്. വിശാഖപട്ടണത്തെ നേവൽ ഡോക്യാർഡിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാന്റെ സാന്നിധ്യത്തിലായിരുന്നു കമ്മീഷൻ ചടങ്ങ് നടന്നത്. കിഴക്കൻ നാവിക കമാൻഡിലെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആതിഥേയത്വം വഹിച്ച പരിപാടിയിൽ മുതിർന്ന നാവിക ഉദ്യോഗസ്ഥർ, വിശിഷ്ട വ്യക്തികൾ, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലാൻസർ, ട്യൂബ്രോ ഷിപ്പ് ബിൽഡിംഗ് എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ, മുൻ INS അർനാലയിലെ മുൻ കമാൻഡിംഗ് ഓഫീസർമാർ എന്നിവർ പങ്കെടുക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ ചരിത്ര പ്രസിദ്ധമായ തീരദേശ കോട്ടയുടെ പേരിലുള്ള INS അർനാല 77 മീറ്റർ നീളമുള്ള ഒരു യുദ്ധക്കപ്പലാണ്. 1490 ടണ്ണിലധികം ഭാരമുണ്ട്. ഡീസൽ എഞ്ചിൻ, വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ നാവിക കപ്പലാണത്. വൈവിധ്യമാർന്ന റോളുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് ഉപരിതല നിരീക്ഷണം, തടസ്സപ്പെടുത്തൽ, കുറഞ്ഞ തീവ്രതയുള്ള സമുദ്ര പ്രവർത്തനങ്ങൾ, തിരയൽ, രക്ഷാദൌത്യങ്ങൾ എന്നിവയ്ക്ക് പ്രാപ്തമാണ്. തദ്ദേശീയ പ്രതിരോധ ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ഈ യുദ്ധക്കപ്പൽ ഉദാഹരണമായി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കപ്പൽശാലകളും നാവിക എഞ്ചിനീയർമാരും തമ്മിലുള്ള ആഭ്യന്തര സഹകരണത്തിന്റെ ഫലമാണ് ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും. വാങ്ങുന്നയാളുടെ നാവികസേനയിൽ നിന്ന് നിർമ്മാതാവിന്റെ നാവികസേനയിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റത്തെ ഇത് എടുത്തു കാണിക്കുന്നു. സമുദ്ര സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലും ആത്മനിർഭർ ഭാരതിന്റെ വിശാലമായ ദർശനത്തെ പിന്തുണയ്ക്കുന്നതിലും ഇന്ത്യൻ നാവികസേനയുടെ പങ്ക് കമ്മീഷൻ ചെയ്യുന്നത് എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. തദ്ദേശീയ കഴിവുകൾ വികസിപ്പിക്കുന്നതിൽ നാവികസേനയുടെ ശ്രമങ്ങളെ ജനറൽ ചൗഹാൻ പ്രശംസിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്ര അഭിലാഷങ്ങളിൽ അത്തരം യുദ്ധക്കപ്പലുകളുടെ തന്ത്രപരമായ മൂല്യം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. മൂലധന യുദ്ധക്കപ്പലുകളും സഹായ കപ്പലുകളും ഉൾപ്പെടെ നിരവധി കപ്പലുകൾ ആഭ്യന്തരമായി നിർമ്മാണത്തിലിരിക്കുന്നതിനാൽ ആഗോള നാവിക കപ്പൽ നിർമ്മാണത്തിൽ ഇന്ത്യ ഒരു പ്രധാന ശക്തിയായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ തദ്ദേശീയ യുദ്ധക്കപ്പലുകളിൽ സ്റ്റെൽത്ത് സവിശേഷതകൾ, ഇലക്ട്രോണിക് യുദ്ധശേഷികൾ, സങ്കീർണമായ സെൻസറുകൾ തുടങ്ങിയ നൂതന തദ്ദേശീയ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ഇത് പ്രവർത്തന സന്നദ്ധത വളരെയധികം വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു. ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും ഭാവിയിലെ സമുദ്ര വെല്ലുവിളികൾക്കുള്ള തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് INS അർനാലയുടെ ഉൾപ്പെടുത്തൽ വന്നിരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.